ഇന്നത്തെ എൻ്റെ അമ്മയുടെ യാത്ര കൊല്ലം ജില്ലയിലെ മഹാദേവ ക്ഷേത്രമായ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലോട്ടാണ്. മറ്റ് ക്ഷേത്രങ്ങളെപ്പോലെ വിഗ്രഹമോ അമ്പലമോ ഒന്നുമില്ല. ആൽത്തറയിലാണ് ദൈവം വസിക്കുന്നത്. ആൽമരങ്ങളാണ് ഇവിടുത്തെ ആരാധനാലയം. രൂപമോ ഭാവമോ ഇല്ലാത്ത പരബ്രഹ്മത്തെയാണ് നമ്മളിവിടെ ആരാധിക്കുന്നത്. ചെറുപ്പകാലത്ത് നമ്മൾ സ്ഥിരം വരുന്ന അമ്പലമായിരുന്നത്. അവിടുത്തെ പൂഴി മണലിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ശാന്തത നമ്മുടെ മനസ്സിൽ നിറയും. ഒരുപാട് അഗതികളുടെയും അനാഥരുടെയും അഭയകേന്ദ്രമാണ് ഈ ക്ഷേത്രം. ചെറുപ്പകാലത്ത് നമ്മൾ പോകുമ്പോൾ ആ ക്ഷേത്രം മുറ്റം നിറയെ ഈ അനാഥരായ ആൾക്കാരായിരിക്കും. കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ഇപ്പോഴും ഉണ്ട് അവിടെ. ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് നെല്ലിക്ക വിൽക്കുന്ന ചേച്ചിയുടെ നിന്ന് വാങ്ങിച്ചാണ്. ഞാൻ വാങ്ങിക്കുന്നുണ്ട്, അമ്മയും വാങ്ങിച്ചു. കുറച്ചു നേരം ഞങ്ങൾ ആ ആൽത്തറയിൽ വിശ്രമിച്ചു. വൃശ്ചിക മാസത്തിലെ പ്രസിദ്ധമായ ഉത്സവമാണ് 12 വിളക്ക്. മിഥുനമാസത്തിലെ ഓച്ചിറക്കളിയും സവിശേഷതയാണ്. ഇനി വീണ്ടും വരാം. ഇന്നത്തെ എൻ്റെ അമ്മയുടെ യാത്ര മണ്ണാറശാല അമ്പലത്തിലോട്ടാണ്. ആ ചാറ്റൽ മഴ നനഞ്ഞ് അങ്ങനെ അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ള സങ്കടങ്ങളെല്ലാം ഇല്ലാതായിത്തീരുന്നു. വളരെ ശാന്തമായ അമ്പലം. അവിടുത്തെ കാവുകളിലെ ഇലകൾ പോലും നമ്മളോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അനന്തൻ്റെ സ്ഥലമല്ലേ ഇത്? മണ്ണാറശാല അമ്മയുടെ അനുഗ്രഹവും വാങ്ങി തൊഴുതു മടങ്ങുമ്പോൾ ഇനിയും തിരിച്ചു വരത്തക്ക എന്തോ ഒന്ന് ആ മണ്ണിലുണ്ടെന്ന് തോന്നും. അവിടുത്തെ ഇലകളും കാവുകളും കുളങ്ങളും എന്തൊക്കെയോ നമ്മളോട് സംസാരിക്കുന്ന പോലെ. ഇനിയും വരാമെന്ന് പ്രകൃതിയോട് ചൊല്ലി. യാത്രാവിശേഷങ്ങളിൽ കുറച്ചുനാൾ മുമ്പ് ഞങ്ങളുടെ തന്നെ ഗ്രാമത്തിലെ ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കുടപ്പാറ ക്ഷേത്രത്തിലോട്ടുള്ളൊരു യാത്രയാണിത്. അതായത് പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ എന്ന സ്ഥലത്താണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. ഈ മലയിലെ പ്രധാന ദൈവങ്ങളാണ് കിരാതമൂർത്തി ഭാവത്തിലിരിക്കുന്ന മഹാദേവനും കാമ്പിത്താനും നാഗരാജാവും. കാമ്പിത്താൻ എന്ന് പറയുന്നത് മണ്ണടി ദേവീക്ഷേത്രത്തിലെ ഒരു വെളിച്ചപ്പാടായിരുന്നു. ഇവിടുത്തെ ഈ പാറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 കുഞ്ഞു പാറകളുടെ മുകളിലായിട്ടാണ് ഈ വലിയ പാറ സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യപ്രകാരം പാണ്ഡവന്മാരുടെ വനവാസകാലത്ത് അവരിടെത്തുകയും ഈ 3 പാറകൾ ഉപയോഗിച്ച് ആഹാരം പാചകം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അതിൻ്റെ മുകളിലൊരു വലിയ പാറയും കൂടെ വെച്ച് അതിന് അനുഗ്രഹം കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അനുദിനം ഈ പാറ വളർന്നുകൊണ്ടിരിക്കുന്നുവെന്നും പറയപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലെ അന്നദാനമാണ്. മലയപ്പൂപ്പന് മുറുക്കാൻ വെക്കലും ഒരു വഴിപാടാണ്. പുലിശല്യമുള്ളൊരു സ്ഥലമാണിത്. ഇടയ്ക്കിടയ്ക്കൂടെ പുലി ഇറങ്ങാറുണ്ട്. ഒറ്റയ്ക്ക് ചെല്ലരുതെന്ന് പൂജാരി ഞങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കവിയൂർ ഗുഹാക്ഷേത്രം കാണുക എന്നുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ മഹാദേവ ക്ഷേത്രത്തിനടുത്തായിട്ടാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പല്ലവ രഥശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥയിലാണിപ്പോൾ ഈ ക്ഷേത്രം. ഐതിഹ്യപ്രകാരം പാണ്ഡവന്മാരുടെ വനവാസകാലത്ത് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര വനമായിരുന്ന ഈ സ്ഥലത്ത് പാണ്ഡവന്മാർ ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടി ഗുഹാക്ഷേത്രം നിർമ്മിച്ചു എന്ന് പറയുന്നു. ഇന്നും ഈ ക്ഷേത്രം പൂർണ്ണതയിലെത്തിയിട്ടില്ല. പാറ തുരന്നിട്ട് 20 അടി വ്യാസത്തിലാണ് അതിൻ്റെ മധ്യത്തിലായിട്ട് 3.5 അടി പൊക്കത്തിൽ ഇവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇരുവശങ്ങളിലുമായി ദ്വാരപാലകന്മാരുടെ ശില്പവും നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇവിടെയുള്ള ഈ ദ്വാരപാലക ശില്പം പോലെ ഇന്ത്യയിൽ വേറെങ്ങും അതുപോലൊരു ശില്പമില്ലെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് അധികം ആൾത്തിരക്കില്ലാത്തതിനാൽ നമുക്ക് സ്വസ്ഥമായി അവിടെ തൊഴാനും കാണാനും കഴിഞ്ഞു. ഞങ്ങളുടെ തെങ്കാശി യാത്രയിലെ പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു തിരുമലൈക്കോവിൽ. ഒരുപാട് ആളുകൾ അവിടെ പോകുന്നത് നമ്മളോട് പറയുമ്പോൾ നമുക്കവിടെ പോകാൻ തോന്നിയിരുന്നു. തമിഴ്നാട്ടിലെ തിരുനെല്ലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുരുകക്ഷേത്രമാണ് തിരുമലൈക്കോവിൽ. കുറേ ആളുകൾക്ക് അല്ലു അർജുൻ്റെ പുഷ്പ സിനിമയിലൂടെ ഈ സ്ഥലത്തെ അറിയാം. തെങ്കാശിയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്ററും ചെങ്കോട്ടയ്ക്ക് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമാണ് തിരുമലൈക്കോവിൽ. 4 കൈകളോടുകൂടി നിൽക്കുന്ന മുരുകനാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രതിഷ്ഠ. ഓം ആകൃതിയിലുള്ളൊരു കുന്നിൻമുകളിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കുന്നിൻമുകളിൽ നിന്നുള്ള താഴേക്കുള്ള കാഴ്ച വളരെ മനോഹരമാണ്.
ആദ്യകാലത്ത് പന്തളം രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെത്താനായിട്ട് പടവുകൾ കയറിയും അല്ലാതെ റോഡ് മാർഗവുമുണ്ട്. ഏകദേശം 624 പടവുകളുണ്ട് ഈ ക്ഷേത്രത്തിലോട്ട് എത്താനായിട്ട്. വാഹനം പാർക്ക് ചെയ്യുന്നതിനായിട്ട് കുന്നിൻ്റെ താഴെയും മുകളിലുമായിട്ട് സ്ഥല സൗകര്യമുണ്ട്. ഞങ്ങളൊരു വൈകുന്നേരമാണ് അവിടെ ചെന്നത്. അതുകൊണ്ട് നല്ല മഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ പാറയിൽ പോയി. അവിടെ നിന്ന് നോക്കുമ്പോൾ ക്ഷേത്രം കാണാൻ നല്ല ഭംഗിയാണ്. അവിടെയാണ് പുഷ്പ സിനിമയിലെ സോങ്ങുകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം. ഞങ്ങൾ ആ പാറയിലെത്തിയത് സന്ധ്യാനേരമായതിനാൽ അവിടെ നിന്ന് അമ്പലത്തിലോട്ടുള്ള കാഴ്ച വളരെ മനോഹരമായിരുന്നു. വീടിനടുത്തുള്ള ദേവീക്ഷേത്രമാണ് കുടുത്ത ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രം. കലഞ്ഞൂരിലെ കുടുത്ത എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും നവാഹയജ്ഞവും കർക്കിടക വാവുബലിയും നടത്തുന്ന അമ്പലമാണിത്. ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് പ്രത്യേക പൂജയുള്ളത്. ഞാൻ ചെന്ന ഇന്ന് ചൊവ്വാഴ്ച ആയതിനാൽ അവിടെ നാരങ്ങ വിളക്കുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണിത്. മഴയ്ക്ക് ശേഷമുള്ള അമ്പല ദർശനം എപ്പോഴൊരു ഭംഗിയാണ്. എന്നെ സംബന്ധിച്ച് അമ്പല ദർശനം എന്നുള്ളത് ഭക്തിയേക്കാൾ ഉപരി മനസ്സിന് സമാധാനം തരുന്നൊരു സ്ഥലമാണ്. നവാഹയജ്ഞ സമയത്ത് ഒരുപാട് ഭക്തജനങ്ങൾ അന്നദാനത്തിലും അവിടുത്തെ പൂജയിലുമൊക്കെ പങ്കെടുക്കാറുണ്ട്. ദേവിയെ കുടുത്തേലമ്മ എന്നാണ് വിളിക്കാറുള്ളത്. കലഞ്ഞൂരിൽ നിന്നും അടൂരേക്ക് പോകുന്ന വഴി റോഡ് സൈഡിലായിട്ടാണ് ഈ അമ്പലം. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ശിവനും പാർവതിയുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. പെരുന്തച്ചൻ്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ധനുമാസത്തിലെ തിരുവാതിരയിൽ കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ചെങ്ങന്നൂർ മാത്രമാണ് 28 ദിവസത്തെ ഉത്സവമുള്ളത്. ഈ ഉത്സവ സമയത്താണ് ഞാനിവിടെ എത്തുന്നത്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവമാണ് തൃപ്പൂത്താറാട്ട്. പൂജാരി നിർമാല്യം മാറ്റുന്ന അവസരത്തിൽ ഉടയാടയിൽ പാട് കണ്ടാൽ 3 ദിവസത്തേക്ക് പടിഞ്ഞാറേ നട അടയ്ക്കുകയും തുടർന്ന് ഭഗവതീ ചൈതന്യത്തെ ബലിബിംബത്തിലേക്ക് മാറ്റിയിരുത്തുകയും ചെയ്യുന്നു. 4-ാം ദിവസം രാവിലെ ദേവിയെ ചെങ്ങന്നൂർ പമ്പാ നദിക്കരയിലെ മിത്രപ്പുഴ കടവിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളിക്കുന്നു. തൃപ്പൂത്താറാട്ടിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് വിശ്വാസം. അതിനാൽ ഈ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം വിശ്വാസികൾ ഇവിടെ എത്തുന്നു. തൊഴുത് ചാക്യാർകൂത്തും കണ്ട് തിരിച്ചു പോകും. പത്തനംതിട്ട ജില്ലയിലെ ഇളമണ്ണൂരിനടുത്ത് 1000-ലധികം വർഷം പഴക്കം വരുന്ന ക്ഷേത്രമാണ് ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രം. ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഐതിഹ്യപ്രകാരം വസിഷ്ഠ മഹർഷിയുടെ തൃതീയ ജന്മത്തിൽ പ്രതിഷ്ഠ നടത്തി ആരാധിച്ചു വന്നിരുന്നതും അനേകകാലം ബ്രാഹ്മണരാൽ പരിപാലിക്കപ്പെട്ടിരുന്നതുമായ ക്ഷേത്രമായിരുന്നത്. ഈ ബ്രാഹ്മണ കുടുംബം അന്യം നിന്നതിനാൽ ക്ഷേത്രകാര്യങ്ങളൊക്കെ പരിപാലിക്കപ്പെടാതിരിക്കുകയും ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണു വിഗ്രഹം സമീപത്തു നിന്നിരുന്ന അരയാൽ വൃക്ഷത്തിനുള്ളിൽ അകപ്പെടുകയും ചെയ്തു. കാലാന്തരത്തിൽ ഈ വിഗ്രഹം കണ്ടെത്തിയ പൂർവികന്മാർ വിഗ്രഹം പുനഃപ്രതിഷ്ഠ നടത്തി പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തി വന്നു. ഈ ദൈവികത നിറഞ്ഞ ക്ഷേത്രമുറ്റത്ത് നിൽക്കുമ്പോൾ അന്തരീക്ഷം സ്വസ്ഥവും സമാധാനവുമായിരിക്കുന്ന പോലെ തോന്നും. വൈകുന്നേരമാണ് ഞാനിവിടെ എത്തിയത്. ശ്രീകോവിലിന് ചുറ്റും ദശാവതാരങ്ങളുടെ ചുമചിത്രങ്ങളാണ്. ചെറുപ്പത്തിൽ ഇവിടെ വന്ന് മുറ്റത്തെ രുദ്രാക്ഷ മരത്തിൽ നിന്ന് രുദ്രാക്ഷക്കായൊക്കെ പറിക്കിയതോർക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ദിവസം വ്യാഴാഴ്ചയാണ്. എനിക്കിഷ്ടം ഇവിടുത്തെ ഇടിച്ചു പിഴിഞ്ഞ പായസമാണ്. എന്താ സ്വാദ്! ഈ നടയിൽ വെച്ച് വിവാഹം നടത്തുന്നത് ഉത്തമമാണെന്ന് വിശ്വാസമുണ്ട്. ആഗ്രഹ സാഫല്യത്തിനായിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലെത്താറുണ്ട്. കലഞ്ഞൂരിൽ നിന്നും അടൂരേക്ക് പോകുന്ന വഴി പൂതങ്കര എന്ന സ്ഥലത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന വാവര് പള്ളിയാണിത്. റോഡിൽ നിന്നും പടികൾ കയറി ചെല്ലുന്നത് ഖബർസ്ഥാനത്തേക്കാണ്. നാനാ മതസ്ഥരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നടത്തിത്തരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇവിടെ. മണ്ണോടു മണ്ണായി ചേരും വരെ നിൻ
ഇവിടെ നിന്ന് കുറച്ച് മുൻപോട്ട് പോകുന്നിടത്താണ് പൂതങ്കര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.